ഇന്ന് ഞങ്ങൾ വയനാട്ടിലേക്ക് പോവുകയാണേ. എൻ്റെ 1-2 പ്രോഡക്ട്സിൻ്റെ ഡെലിവറി എന്നുള്ളത് കൊണ്ട് അതും കളക്ട് ചെയ്തിട്ട് വയനാട്ടിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവരുടെ കോൾ വന്നത്. അപ്പം ഞങ്ങൾ അതും എടുത്തിട്ടാണ് വയനാട്ടിലേക്ക് പോകുന്നത്. ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ പാക്കേജസ് ഒക്കെ അൺബോക്സ് ചെയ്തു. അതല്ലെങ്കിലും അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കണം. ഇതിലിപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമല്ല, 1-2 ഗിഫ്റ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാനാണ് ഞങ്ങളെല്ലാവരും നോക്കുന്നത്. ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തൊട്ടിൽപ്പാലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. വയനാട്ടിലേക്ക് പോകുന്ന വഴി തൊട്ടിൽപ്പാലത്ത് ഒരു മില്ലിൽ നിന്നാണ് ഞങ്ങൾ ഫ്രഷ് വെളിച്ചെണ്ണ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഞാൻ പോയിട്ട് 1-2 വെളിച്ചെണ്ണയൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നു. പാപ്പുക്കുട്ടൻ ഈയിടെയായിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഉറക്കം തുടങ്ങാറുള്ളതാണ്. പക്ഷേ ഇന്നെന്തോ ആൾ ആക്റ്റീവാണ്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ സ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യമാണ് എത്താറായോ എന്ന്. അത് എത്താറായിട്ടില്ലെങ്കിലും എത്താറായി എന്ന് പറയണം, അതാണ് അവൾക്കൊരു സമാധാനം. വീട്ടിലെത്തുന്നതിന് മുമ്പ് മിനിമം ഒരു 15 തവണ ഈ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാ കുറ്റ്യാടി ചുരം എത്തിയപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഈവനിങ് മഴ പെയ്യുമായിരുന്നെങ്കിലും ചൂടും ഹ്യൂമിഡിറ്റിയും അധികം ഒന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ചൂടുകാലത്ത് തണുത്ത എന്തെങ്കിലും കഴിക്കുമ്പോൾ നല്ലൊരാശ്വാസമാണ്. സൺഡേ ആയതുകൊണ്ടായിരിക്കും ചുരത്തിൽ നിന്ന് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. ചുരം കഴിഞ്ഞപ്പോഴേക്കും പാപ്പുക്കുട്ടൻ സൈഡായിട്ടുണ്ട്, ആൾക്ക് ഉറക്കം വരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് വയനാട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആശ്വാസമാണ്. ഇവിടെ അത്ര വലിയ ചൂടും ഹ്യൂമിഡിറ്റിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൂടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കുറവാണ്. വീടെത്തിയിട്ട് ഞങ്ങൾ പാപ്പുക്കുട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തെ ചെടികളും മരങ്ങളും ഏതൊക്കെ ഫ്രൂട്ട്സാണ് ഉണ്ടായതെന്നും പുറത്ത് എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളതെന്നൊക്കെയാണ് ഞാൻ ആദ്യം നോക്കാറ്. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല, പണ്ടത്തെ പോലൊക്കെ തന്നെ ഉണ്ട്. ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഈവനിങ് അതിരടി ഫിലിമിന് പോവാണ്. അച്ഛനും അമ്മയും ഞാനും പാപ്പുക്കുട്ടനും അനുവേട്ടനും കൂടിയാണ് പോകുന്നത്. പാപ്പു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. അവൾക്ക് മൂടുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ യാത്രയിൽ കുറച്ച് ടൈം അവൾ പോസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈവനിങ് 5:30 ഷോയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരും ഉണ്ടായിരുന്നു. പാപ്പുവിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഫിലിം കാണാൻ പോകുന്നത്. ആൾ ഉറക്കായിരിക്കുമെന്ന് പൊന്നീച്ചി അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറങ്ങാനുള്ള എല്ലാ പരിശ്രമങ്ങളും ആൾ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ലാത്തതുകൊണ്ട് ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പാപ്പുവിൻ്റെ ഫേവറേറ്റ് ആണ് മന്തി. പക്ഷേ ഈ തവണ അവൾ അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ പ്രോഗ്രാംസ് ഒന്നും ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലാത്തത് കൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്.